ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പട്ടുപാവാടയ്ക്ക് റെഡ് ടോപ്പ് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഗ്രീൻ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഗ്രീനാണേ. അപ്പോൾ ഗ്രീന് നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് രണ്ടും കൂടി ഫ്രണ്ടും ബാക്കും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യാം. അപ്പോൾ ബാക്ക് പോർഷനിലാണ് ഇതിലേക്ക് ഹുക്ക് വരുന്നത്. അപ്പം ബാക്ക് പോർഷനിൽ 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി നിങ്ങളുടെ മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുക. നെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് ഫ്രണ്ട് നെക്ക് സ്ക്വയർ നെക്കാണ് കേട്ടോ. ബാക്ക് നെക്ക് എടുക്കുന്നത് യു നെക്കാണ്. അപ്പോൾ അത് രണ്ടും മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു 26 ഇഞ്ച് ചെസ്റ്റ് സൈസിനാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. 1 മീറ്ററാണ് ഫാബ്രിക് എടുത്തിട്ടുള്ളത്. സ്ലീവ് വരുന്നത് പഫാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ നെക്ക് നല്ല തുണിയുടെ നല്ല വശത്ത് ലൈനിങ് വെച്ച് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പിലേക്കൊരു പ്രിൻസസ് കട്ട് ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ ഒരു മാർക്കിങ് ആദ്യം കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് രണ്ട് വശത്തേക്കും ഒന്ന് പതിപ്പിച്ചെടുക്കണം കേട്ടോ. കട്ട് ചെയ്യുന്നില്ല, കട്ട് ചെയ്യാതെ നമ്മൾ ഈ ഒരു ഡിസൈൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പിടിച്ചു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ചുളിവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് സ്ലോലി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലേസും കൂടി നെക്കിൽ വെച്ച് കൊടുക്കാം. അപ്പം ഈ നെക്കിലും കൂടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. നല്ലതായിട്ടുള്ള ലുക്ക് ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. താങ്ക്